ഒരു ശത്രുരാജ്യം ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിച്ചു എന്ന് കരുതുക. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും? ഇന്ത്യ ഉടൻ തിരിച്ചടിക്കുമോ? ഭാരതത്തിന്റെ ആണവ പ്രതിരോധ ശക്തി എത്രത്തോളമുണ്ട്? നമുക്ക് നോക്കാം. മിസൈൽ വിക്ഷേപിക്കപ്പെട്ട ആ സെക്കൻഡിൽ തന്നെ ഇന്ത്യയുടെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ അത് തിരിച്ചറിയും. പക്ഷേ ഇന്ത്യ ഉടൻ തിരിച്ചടിക്കില്ല. കാരണം ആദ്യം ഇതൊരു ആണവ മിസൈൽ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കണം. ആകാശത്തെ കണ്ണുകളായ അവാക്കസ് വിമാനങ്ങളും റഡാറുകളും ഈ വിവരങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ഡൽഹിയിലെ അതീവ സുരക്ഷിതമായ കമാൻഡ് സെന്ററുകളിലേക്ക് കൈമാറും. അവിടെ സൈനിക ഉദ്യോഗസ്ഥർ വിവരങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ സമയം 5 മിനിറ്റ് പിന്നിട്ടിട്ടുണ്ടാകും. കമാൻഡ് സിസ്റ്റം തീരുമാനമെടുക്കുന്നത് സൈന്യമല്ല, മറിച്ച് NCA അഥവാ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയാണ്. ഇതിന് കൃത്യമായൊരു വഴിയുണ്ട്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള പൊളിറ്റിക്കൽ കൗൺസിൽ അടിയന്തരമായി യോഗം ചേരും. ഇന്ത്യയുടെ ആണവ നയമായ നോ ഫസ്റ്റ് യൂസ് അനുസരിച്ച് നമ്മൾ ആദ്യം ആരെയും ആക്രമിക്കില്ല. എന്നാൽ ആക്രമണം ഉറപ്പായാൽ ശത്രുരാജ്യം ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുന്ന രീതിയിലുള്ള അതിശക്തമായ ഒരു തിരിച്ചടി നൽകാൻ പ്രധാനമന്ത്രി ഉത്തരവിടും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് കൗൺസിൽ ഈ ഉത്തരവ് സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡിന് കൈമാറും. പ്രഹരശേഷി തിരിച്ചടി നൽകാൻ ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് സജ്ജമാകും. കരയിൽ 7000 കിലോമീറ്ററിലധികം റേഞ്ചുള്ള അഗ്നി 5 മിസൈലുകൾക്ക് ഏത് ഭൂഖണ്ഡത്തിലും മരണം വിതയ്ക്കാൻ സജ്ജമാണ്. വായുവിൽ റഫേൽ സുഖോയ് 30 MKI വിമാനങ്ങൾ ആകാശത്ത് നിന്ന് പ്രഹരിക്കാൻ തയ്യാറാകും. പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യം ഉയരുന്നു. ശത്രു ഇന്ത്യയുടെ എല്ലാ മിസൈൽ താവളങ്ങളും വിമാനത്താവളങ്ങളും ആദ്യം ആക്രമണത്തിൽ തന്നെ നശിപ്പിച്ചാൽ അപ്പോൾ ഇന്ത്യ തോറ്റോ? ഇല്ല, ഇന്ത്യ തോൽക്കില്ല. കാരണം ഇന്ത്യക്ക് ഇപ്പോഴും ഒരു രഹസ്യ ആയുധം ബാക്കിയുണ്ട്. കടലിനടിയിൽ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്ന INS അരിഹന്ത് ക്ലാസ് സബ്മറീനുകൾ. ഇതിനെ കണ്ടെത്താൻ ഒരു ശത്രുവിനും കഴിയില്ല. ഭൂമിയിലെ സകലതും തകർക്കപ്പെട്ടാലും ഈ സബ്മറീനുകൾ കടലിനടിയിൽ നിന്ന് മാരകമായ തിരിച്ചടി നൽകും. ഇതിനെയാണ് സെക്കൻഡ് സ്ട്രൈക്ക് കാപ്പബിലിറ്റി എന്ന് വിളിക്കുന്നത്. ശത്രുരാജ്യങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാൻ ഭയക്കുന്നതിന്റെ യഥാർത്ഥ കാരണവും ഈ അദൃശ്യ പോരാളിയാണ്. തിരിച്ചടി നൽകുമ്പോൾ ശത്രുവിന്റെ മിസൈൽ പ്രതിരോധങ്ങളെ നോക്കുകുത്തിയാക്കാൻ ഇന്ത്യക്ക് ഇന്ന് MIRV സാങ്കേതിക വിദ്യയുണ്ട്. മിഷൻ ദിവ്യാസ്ത്രയിലൂടെ ഇന്ത്യ തെളിയിച്ച കരുത്ത്. ഒരൊറ്റ മിസൈലിൽ പല വാർഹെഡുകൾ ഒരേ സമയം പല നഗരങ്ങളെ തകർക്കും. ശത്രുവിന് ഏത് തടയണമെന്നറിയാതെ കുഴങ്ങേണ്ടി വരും. ഇതൊരു കൊലയാളി യന്ത്രമാണ്. തിരിച്ചടിക്കുന്നതിനൊപ്പം തന്നെ വരുന്ന മിസൈലുകൾ തകർക്കാനും ഇന്ത്യ ശ്രമിക്കും. റഷ്യൻ നിർമ്മിത S-400, ഇന്ത്യയുടെ സ്വന്തം BMD, വരാനിരിക്കുന്ന പ്രൊജക്ട് കുഷ എന്നിവയുടെ ലക്ഷ്യം വരുന്ന മിസൈലുകളെ കണ്ടെത്തുക, സാധ്യമായിടത്ത് വായുവിൽ തന്നെ തടയുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ ഒരു പൂർണ്ണ തടയൽ എന്നത് യുദ്ധത്തിന്റെ പല സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. എങ്കിലും ഇന്ത്യയുടെ ആകാശത്തിന് ഇതൊരു ഉരുക്കു കവചമാണ്. ഇവിടെ ഒരു കൗതുകകരമായ വസ്തുതയുണ്ട്. ഇന്ത്യക്ക് ഏകദേശം 190 ആണവ വാർഹെഡുകൾ മാത്രമാണുള്ളത്. ചൈനയ്ക്ക് 600-ലധികവും അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ആയിരക്കണക്കിനുമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയെ ആണവായുധം കൊണ്ട് ആക്രമിക്കാൻ ഇന്നും ആരും ധൈര്യപ്പെടാത്തത്? അതിന്റെ ഉത്തരം ഒറ്റ വാക്കാണ്: ഡിറ്ററൻസ്. അതായത് ഇന്ത്യയെ തൊട്ടാൽ തിരികെ ലഭിക്കുന്ന പ്രഹരം അത്ര ഭീകരമായിരിക്കും എന്ന ഭയം. ആ ഭയമാണ് ഏഷ്യയിലെ സമാധാനം നിലനിർത്തുന്നത്. ഇന്ത്യയുടെ ന്യൂക്ലിയർ ഷീൽഡ് എന്നത് ഒരു മിസൈലോ ബോംബോ മാത്രമല്ല. അത് ബഹിരാകാശത്തെ സാറ്റലൈറ്റുകളിൽ നിന്ന് കടലിന്റെ ആഴങ്ങളിലെ അരിഹന്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു സുരക്ഷാ ശൃംഖലയാണ്. സമാധാനമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. പക്ഷേ നമ്മുടെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഭീഷണികളെ നേരിടാൻ ഭാരതം സജ്ജമാണ്. ഇന്ത്യയുടെ ഈ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള ആധികാരികമായ വാർത്തകൾക്കായി എലിഫന്റ് തിങ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.